നമ്മൾ വായിച്ചു നിർത്തിയ 31-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. യാന്തിവോ ദിവസാ കഷ്ടം അവിജ്ഞാതഗമാഗമാഹ വ്യവഹാരേഹി തൈരേവ പ്രതിപാലയതാം മൃതിം. നിങ്ങൾ ജീവിച്ച ദിവസങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുന്ന ദിനങ്ങൾ, ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, ദിവസം ആരംഭിക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ദിവസം അവസാനിക്കും. പകലിനെയാണ് നമ്മൾ സാധാരണ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രി മിക്കവാറും ഉറക്കമായിരിക്കും. മനുഷ്യൻ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നവനും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്നവനും ആണ് ജ്ഞാനി എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കൃഷ്ണൻ ഉദ്ദേശിക്കുന്ന ഉണർവും ഉറക്കവും നമ്മുടെ ഉണർവും ഉറക്കവും അല്ല. ഏതൊന്നാണോ ജീവികൾക്ക് രാത്രിയായിരിക്കുന്നത് അതിൽ ജ്ഞാനി ഉണർന്നു വർത്തിക്കുന്നു. ഏതൊന്നാണോ ജ്ഞാനികൾക്ക് പകലായിരിക്കുന്നത്, ഏതൊന്നിലാണോ ജ്ഞാനി ഉണർന്ന് വർത്തിക്കുന്നത് അതിൽ ജീവജാലങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. ജീവജാലങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതിൽ ജ്ഞാനി ഉണർവോടുകൂടി വർത്തിക്കുന്നു. ഇപ്പോൾ ജീവജാലങ്ങൾ ഏതിലാണ് ഉണർന്നിരിക്കുന്നത്? പ്രപഞ്ചത്തിൽ, പ്രപഞ്ചബോധത്തിലാണ് ജീവജാലങ്ങൾ ഉണർന്ന് വർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സത്യമായി കരുതി ജീവിക്കുന്നു. അപ്പോൾ ജീവികളുടെ ഉണർവ് പ്രപഞ്ചത്തിലാണ്. അതിൽ ജ്ഞാനി ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സത്യമായി ജ്ഞാനി കരുതുന്നേയില്ല. ഇനി ജ്ഞാനി ഉണർന്നിരിക്കുന്നത് ആത്മാവിലാണ്, അഖണ്ഡ ബോധാനുഭവത്തിലാണ് ജ്ഞാനി എപ്പോഴും കഴിയുന്നത്. അദ്ദേഹം ഉണർന്നിരിക്കുന്ന ആ ആത്മതത്വത്തിൽ അതിനെ അറിയാതെ ജീവജാലങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. ഇതാണ് യാനിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാനിശാ പശ്യതോ മുനേഹേ എന്ന് ഗീതയിൽ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ യാന്തിവോ ദിവസാ കഷ്ടം, നിങ്ങളുടെ ദിവസം ഓരോ ദിവസവും വ്യർത്ഥമായി കഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെ അല്ല, അജ്ഞാനികളുടെ, ഈ സത്യത്തെ വിചാരം ചെയ്യാതെ കഴിയുന്നവരുടെ ഓരോ ദിവസവും പൂക്കൾ കൊഴിയുന്നത് പോലെ അവരുടെ ജീവിതം വ്യർത്ഥമായി കൊഴിഞ്ഞു വീഴുന്നു. കഷ്ടം, എന്തൊരു ദയനീയതയാണിത്. നിങ്ങളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓട്ടക്കുടത്തിൽ നിന്ന് വെള്ളം ചോരുന്നത് പോലെ ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു അമൂല്യമായ മനുഷ്യായുസ്. പക്ഷേ അത് തിരിച്ചറിയാതെ ഈ മായയിൽ കുടുങ്ങി മനുഷ്യർ കഴിയുന്നു. അവിജ്ഞാത ഗമാഗമാഹ, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുകയില്ല, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. വരും വരായികകൾ അറിയാതെ അവിദ്യയിൽ, അവിവേകത്തിൽ ജീവജാലങ്ങൾ ജീവിക്കുന്നു. വ്യവഹാരേഹി തൈരേവ പ്രതിപാലയതാം മൃതിം. ഇവർ കർമ്മത്തിന് പ്രാമുഖ്യം നൽകുന്നവരാണ്. ജ്ഞാനത്തെക്കാളും കർമ്മമാണ് ശ്രേഷ്ഠം എന്ന് അന്ധമായി വിശ്വസിക്കുന്നവരാണ്. കർമ്മത്തിലൂടെ നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന വ്യാമോഹത്തിൽ കഴിയുന്നവരാണ്. അവരുടെ ഗതി എന്തെന്നോ, അവർ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം മരിച്ചു പോകും. താൻ എന്തിനാണ് ഇത്രയും കർമ്മങ്ങൾ ചെയ്തത്? ഈ കർമ്മം കൊണ്ട് താൻ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. യഥാർത്ഥ സുഖം തനിക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതയെങ്കിലും ഉണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും അല്പം പോലും ചിന്തിക്കാതെ, ഇങ്ങനെ ചിന്തിക്കാതെ കഴിയുന്ന അവസ്ഥയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അവിദ്യ, അവിവേകം എന്നൊക്കെ അതിന് പര്യായ പദങ്ങളുണ്ട്. ഇങ്ങനെ ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ഇത് തന്നെയാണ് പച്ച മലയാളത്തിൽ ആരാണ് പൂന്താനം പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാല യവനികയിൽ മറഞ്ഞു പോകുന്നു. യവനിക എന്നുള്ളതിന് തിരശീല എന്നാണ് അർത്ഥം. നമ്മൾ തിരശീലയുടെ മുമ്പിൽ, അതായത് സ്റ്റേജിൽ, പ്രപഞ്ചമാകുന്ന അരങ്ങിൽ വരുമ്പോഴാണ് മറ്റുള്ളവർ നമ്മെ കാണുന്നത്.
നമ്മൾ തിരശീലയുടെ പുറകിൽ മറയുമ്പോൾ, അപ്രത്യക്ഷരാകുമ്പോൾ നമ്മൾ എവിടെ പോയി എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ എത്ര നശ്വരമാണ്, എത്ര ക്ഷണികമാണ് മനുഷ്യജീവിതം എന്നുള്ളത് മനസ്സിലാക്കുകയും മറ്റ് ജീവിതങ്ങളെ അപേക്ഷിച്ച് മനുഷ്യജീവിതത്തിന് മഹത്വമുണ്ട് എന്ന കാര്യം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ആത്മമാർഗത്തിലേക്ക് തിരിയുന്നത്. നശ്വരമാണ് ഏത് ജീവിയുടെയും ജീവിതം, അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് നശ്വരം തന്നെയാണ്. പക്ഷേ അങ്ങനെ അനേകം ജീവികളുള്ളതിൽ മനുഷ്യരാണ് ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഉതകുന്ന ബുദ്ധിയോടുകൂടി ജനിക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് മാത്രമേ ഈ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് നരജന്മം ശ്രേഷ്ഠം തന്നെ. എല്ലാ ജീവികളുടെയും ശരീരം പാഞ്ചഭൗതികമാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പക്ഷേ എല്ലാ ജീവികളുടെയും ബുദ്ധി ഒരുപോലെയല്ല. ബുദ്ധികളിൽ ശ്രേഷ്ഠമായ ബുദ്ധി മനുഷ്യബുദ്ധിയാണ്. അല്ല, ദേവന്മാരുണ്ടല്ലോ, ദേവന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. കാണാത്ത കാര്യങ്ങൾ പറയരുത്. നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ, ആനയും പട്ടിയും പൂച്ചയും പക്ഷികളും മറ്റ് ജലജീവികളും, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അതൊക്കെ അവയുടെ ബുദ്ധികളൊക്കെ മനുഷ്യബുദ്ധിയേക്കാൾ നിലവാരം കുറഞ്ഞതാണ്. അവർക്കൊന്നും ഈ സത്യം സാക്ഷാത്കരിക്കാനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യബുദ്ധിയുടെ കാര്യം അങ്ങനെയല്ല. നമുക്ക് ചിന്തിച്ച് തീരുമാനിച്ച് തൻ്റെ ലക്ഷ്യം ഉറപ്പിച്ച് ആ ലക്ഷ്യം നേടാനുള്ള ഒരു കഴിവ്, ആ പുരുഷ പ്രയത്നത്തിനുള്ള ഒരു സാധ്യത മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവയ്ക്ക് വാസനകൾ മാത്രമേ ഉള്ളൂ. അവയ്ക്ക് ചിന്തിക്കാനോ വിവേചിച്ചറിയാനോ ഉള്ള കഴിവില്ല. അതുകൊണ്ട് ഈ മനുഷ്യജീവിതം വിവേകത്തിൽ അധിഷ്ഠിതമായിരിക്കണം. വ്യവഹാരേഹി തൈരേവ പ്രതിപാലയതാം മൃതിം. നിങ്ങൾ എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ട് കഴിയൂ. എനിക്കിനി 2 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമില്ല. ഹൗ ഡെയർ യു സേ? നിങ്ങൾക്കത് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഈ ധൈര്യം എവിടുന്ന് കിട്ടി? ഇത് ധൈര്യമല്ല, ഇത് അവിവേകമാണ്. ഇനിയൊരു 4-5 കൊല്ലത്തേക്ക് എനിക്ക് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയും. ഏറ്റവും വലിയ അവിവേകിയാണ് ഇപ്പോഴുള്ള ഡോക്ടർമാർ. നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്, മറ്റേ വാൽവൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്, പേസ് മേക്കർ വെച്ചിട്ടുണ്ട്, ഇനി ഒരു 10 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇത്ര വിഡ്ഢികളായി പോയല്ലോ നമ്മുടെ ആധുനിക ഡോക്ടർമാർ. ഒരു മനുഷ്യൻ്റെ ആയുസ് തീരുമാനിക്കാൻ ഇവരാരാണ്? അവരുടെ ആയുസ് എപ്പോൾ തീരുമെന്നുള്ള കാര്യം പോലും അവർക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ മറ്റൊരു വ്യക്തിയുടെ, അയാളുടെ ചികിത്സ നേടിയ ഒരു വ്യക്തിയുടെ ആയുസ് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇത് തികഞ്ഞ അവിവേകം എന്നല്ലാതെ വേറെ എന്തു പറയാൻ? അതുകൊണ്ട് വസിഷ്ഠ മഹർഷി പറയുന്നത്, മരണത്തെ എപ്പോഴും മുന്നിൽ കണ്ടുകൊള്ളൂ. മുന്നിലല്ല അതിനെ കാണുന്നത്. നമ്മുടെ നിഴൽ മിക്കവാറും നമ്മുടെ പുറകെയാണ്. നിങ്ങളെ നിഴൽ പോലെ പിന്തുടരുന്ന ഒന്നാണ് ഈ മരണം. അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കൂ. എന്തിനാണ്? മായയിൽ ഭ്രമിച്ചു പോകാതിരിക്കാൻ, മോഹബദ്ധരാകാതിരിക്കാൻ. ചില സത്യങ്ങളുണ്ട്. മരണം എന്നുള്ളത് ജീവിതത്തെക്കാളും വലിയ സത്യമാണ്. ജീവിതത്തെക്കാളും വലിയ സത്യമാണ് മരണം. കാരണം ഒരാളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഒരു ജ്യോത്സ്യനും തീർത്ത് പറയാൻ പറ്റില്ല. ഏത് ജ്ഞാനിക്കും ആ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. അത് ജഗതീശ്വരന് അധീനമാണ്. പക്ഷേ എല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, യാതൊരു നിശ്ചയവും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് പ്രയോജനം? മണ്ടന്മാരല്ലേ അങ്ങനെ ജീവിക്കുക. അതുകൊണ്ട് മരണത്തെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊള്ളൂ. ചത്തുപോകുമെന്ന് പറഞ്ഞ് പേടിക്കരുത്. മരണം എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും സമീപിക്കാം. എന്നെയും സമീപിക്കാം, നിങ്ങളെയും സമീപിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെയും മരണം ഏത് സെക്കൻഡിലും സമീപിക്കാം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിച്ചോളൂ. ഈ മരണം എന്ന സത്യത്തെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തി ഒരു കൊള്ളരുതായ്മയും പ്രവർത്തിക്കില്ല. മരണത്തെ മനുഷ്യൻ മറന്നുപോകുന്നു. ഇതൊക്കെ പറയാം, നമുക്കിതൊക്കെ നമ്മുടെ മനോമുകുരത്തിൽ കണ്ട് രസിക്കാം. മുകുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി എന്നാണ് അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം അറിയാത്തവരുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയാണ് ചില വാക്കുകൾ നമ്മൾ അർത്ഥം അറിയാതെ പ്രയോഗിക്കാറുണ്ട്.
അയാൾ മനോമുകുരത്തിൽ അതൊക്കെ കണ്ട് രസിച്ചു. മുകുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി എന്നർത്ഥം. മനസ്സാകുന്ന കണ്ണാടിയിൽ കാണുന്നതൊന്നും സത്യമല്ല. കണ്ണാടി എപ്പോഴും ഇല്ലാത്ത ദൃശ്യങ്ങളെയാണ് കാണിക്കുന്നത്. പ്രതിബിംബങ്ങൾ എന്നും അസത്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഇവിടെ വസിഷ്ഠ മഹർഷി നമ്മെ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. മരണത്തെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊള്ളൂ. ഇനി 32ാമത്തെ ശ്ലോകം വായിക്കാം. താവദാശ്വാസനൈഷാസ്തി ഭവതാം ഭയഭാഗിനാം ദിനാനി കദിജിദ്യാവന്നായാതി മരണാവധി. അല്ല, ഇവിടെ കുറേ പേര് സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ, അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. ഇന്ന് ചിങ്ങം 1 പൊന്നിൻ ചിങ്ങം, തിരുവോണം ഉടൻ നമ്മുടെ വീട്ടുവാതിൽക്കലെത്തും. ഇനി പൊന്നോണക്കാലം നല്ലത് തന്നെ, ശുഭപ്രതീക്ഷ നല്ലതാണ്. തിരുവോണം ഉണ്ണാൻ തയ്യാറായിരുന്ന എത്ര പേർ തിരുവോണം ഉണ്ണാതെ മരിച്ചു പോയിട്ടുണ്ട്? തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മരിച്ചുപോയ എത്ര ആൾക്കാരുണ്ട്? ഊണ് കഴിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പ്രാണൻ വെടിഞ്ഞ എത്ര പേരുണ്ട്? എന്ന് വെച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ദ വർസ്റ്റ് എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾ എപ്പോഴും നന്മയെ മാത്രം പ്രതീക്ഷിക്കൂ. നല്ലത് വരും, നല്ലത് സംഭവിക്കും, ജീവിതത്തിൽ നല്ലത് മാത്രം നടക്കും എന്ന് നല്ലതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കൂ. ശുഭപ്രതീക്ഷയോടുകൂടി ജീവിക്കൂ. പക്ഷേ ഒരു കാര്യം, ഏത് തിന്മയും ഏത് സങ്കടവും ഏത് ദുരിതത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. കാരണം അതിനുള്ള സാധ്യതയുണ്ട്. ബി പ്രിപ്പയർഡ് ഫോർ ദ വർസ്റ്റ്. വർസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായത്. അതിന് തയ്യാറായിക്കൊള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ലതിനെ മാത്രം പ്രതീക്ഷിക്കൂ. ദിനാനി താവത് ആശ്വാസനൈഷാസ്തി. നമുക്കൊക്കെ ആശ്വസിക്കാം, പ്രതീക്ഷിക്കാം, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കഴിയാം. ഭവതാം ഭയഭാഗിനാം. ഈ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ എപ്പോഴും അകാരണമായ ഒരു ഭയം നിലനിൽക്കുന്നു എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ചെറുപ്പത്തിൽ ആ ഭയം അവിടെ ഉള്ളത് നമ്മൾ തിരിച്ചറിയത്തില്ല. കാലം ചെല്ലും തോറും, അതായത് ഓരോരോ വർഷം പിന്നിടും തോറും ഈ ഉള്ളിലുള്ള അകാരണമായ ഭയം ശക്തി പ്രാപിക്കും. എന്താണ് ആ ഭയം? മരണഭയം. ഞാൻ മരിച്ചു പോകും, എനിക്ക് വയസ്സായി. ചെറുപ്പത്തിലും മരിച്ചു പോകാം, പക്ഷെ നമ്മളാരും ചെറുപ്പത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ശരീരത്തിലെ വാർദ്ധക്യം വരുമ്പോൾ, അല്ലെങ്കിൽ വയ്യാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മാറാവ്യാധികൾ, ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ മാത്രമാണ് മരണം. കാരണം മരുന്നില്ലാത്ത രോഗമാണ്. ആ ലൈറ്റ് അടിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. RCCയിൽ അവർ കരിച്ചു കളയാനാണ് ഈ ഓരോ ലേസർ റേസോ അതുപോലെയുള്ള ആ കിരണങ്ങൾ കൊണ്ട് ആ ക്യാൻസറസ് സെൽസിനെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ലൈറ്റ് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അത് ലൈറ്റല്ല, കത്തിച്ച് കളയുന്ന ലൈറ്റാണ്, സാധാരണ പ്രകാശമല്ല. അതുകൊണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില വയസ്സായ ആൾക്കാരുണ്ട്, അത് RCC പോകണം, ഡോക്ടർ ലൈറ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്ത് ലൈറ്റ്? ടോർച്ച് ലൈറ്റാണ്. ഇടോ, അത് റേഡിയേഷനാണത്. റേഡിയേഷൻ കൊണ്ട് ആ ശരീര കോശങ്ങളെ, അതായത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഈ പാവപ്പെട്ടവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കതൊന്നും മനസ്സിലാകത്തില്ല. ലൈറ്റ് അടിച്ചാൽ എങ്ങനെയാണ് കത്തിപ്പോവുക എന്നുള്ളത് എന്നായിരിക്കും അവർ ചോദിക്കുക. എക്സ്റേ പോലെയുള്ളവ അതൊക്കെ ദോഷം ചെയ്യുന്ന വികിരണങ്ങളാണ്. പക്ഷേ വേറെ മാർഗമില്ല. അതാണ് ക്യാൻസറിനുള്ള ചികിത്സാ രീതി. പിന്നെ കീമോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് അതിശക്തമായ വിഷപദാർത്ഥങ്ങൾ ശരീരത്തിലെ ക്യാൻസർ ബാധിക്കാത്ത കോശങ്ങളെപ്പോലും നശിപ്പിച്ച് കളയുന്ന അപകടകാരികളായ വിഷപദാർത്ഥങ്ങളെ ആണ് ഈ കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്.
ചിലർക്ക് ആ ക്യാൻസർ ഭേദമാകുന്നു, ചിലർക്ക് അത് കൂടുതൽ വ്യാപിക്കുന്നു. ഒരു സ്ഥലത്ത് ഉള്ള ആ ക്യാൻസർ സെൽസിനെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് വരും. എനിക്കങ്ങനെ കുറേ പേരെ അറിയാം. ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ പൊതുവേ കാണപ്പെടുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ വേറെ മാർഗമൊന്നുമില്ല. ഏത് സ്ഥലത്തെയാണോ ക്യാൻസർ ബാധിച്ചത് ആ സ്ഥലത്തെ അവർ ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യും. അത് നീക്കം ചെയ്തു, അങ്ങനെ പിന്നീട് ക്യാൻസർ വരാത്ത എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ചിലർക്ക് വേറെ സ്ഥലങ്ങളിൽ ഈ ക്യാൻസർ പ്രത്യക്ഷപ്പെടും. തുടയിലോ കയ്യിലോ വായിലോ. ഇതെന്ന് പറയുന്നത് രക്തബീജ അസുരനെ പോലെയാണ്. രക്തബീജൻ, അവനെ കൊല്ലാൻ പറ്റില്ല. അവൻ്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും ആയിരക്കണക്കിന് അവനെപ്പോലെയുള്ള അസുരന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ രക്തബീജനെ ദേവിയാണ് വധിക്കുന്നത്. ദുർഗയോ കാളിയോ ചണ്ഡികയോ എന്തോ ആണ്, പല ഭാവങ്ങളുണ്ടല്ലോ ദേവിക്ക്. ആ ദേവിയാണ് രക്തബീജനെ വധിക്കുന്നത്. കാരണം ഇവൻ്റെ രക്തം ഭൂമിയിൽ വീണാലേ ആ രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് അവനെപ്പോലെയുള്ള അസുരന്മാർ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ തല വെട്ടിയിട്ട് ആ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പേ തന്നെ ഒരു കിണ്ണത്തിലോ അല്ലെങ്കിൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുംഭത്തിലോ എന്തോ ആ രക്തം താഴെ വീഴാതെ രക്ഷിച്ചു. അങ്ങനെയാണ് രക്തബീജനെ ദേവി വധിക്കുന്നത്. ആരാണ് ഈ രക്തബീജൻ? നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള രക്തബീജാസുരനാണ്. അവൻ്റെ ബീജം എന്ന് പറയുന്നത് രക്തമാണ്. രക്തത്തിൽ നിന്ന് തന്നെ അവനെ പോലെയുള്ള അനേകം അസുരന്മാർ പ്രത്യക്ഷപ്പെടും. അവന് ബീജമെന്ന് പറയുന്നത് തന്നെ രക്തമാണ്. അതുകൊണ്ടാണ് രക്തബീജൻ എന്ന പേര് വന്നത്. അപ്പോൾ അതുവരെ മാത്രമേ ഒരു വ്യക്തിക്ക് സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റൂ. ഏതുവരെ? മരണവേള അടുക്കുന്നത് വരെ. അതുവരെ അയാൾക്ക് ശുഭപ്രതീക്ഷയോടുകൂടിയും നല്ലത് സംഭവിക്കും, ഞാൻ കുറേ കാലം കൂടെ ജീവിച്ചിരിക്കും എന്നൊക്കെ വിചാരിച്ച് കഴിയാം. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും അശുഭം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം സകല മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. അതായത് ഒരു സന്തോഷിക്കേണ്ട സന്ദർഭം, ഒരു ശുഭകാര്യം നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് അനാവശ്യമായി ഇതിനെന്തെങ്കിലും തടസ്സം നേരിടുമോ? ഇപ്പോൾ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ഒരച്ഛൻ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. പല വാർത്തകളും പത്രത്തിൽ വരുന്നുണ്ട്. നവവധുവിനെ പീഡിപ്പിച്ചു, അമ്മായിയമ്മയും നാത്തൂനും കൂടെ ചേർന്ന് നവവധുവിനെ പീഡിപ്പിച്ചു, നവവധു ആത്മഹത്യ ചെയ്തു. പാമ്പിനെ വിട്ട് കൊല്ലിക്കുന്ന കാലമാണിത്. ആരും സംശയിക്കാത്ത രീതിയിൽ വിഷസർപ്പങ്ങളെ ജനലിലൂടെയോ ഒക്കെ കടത്തിവിട്ട് പാമ്പ് കടിച്ചു മരിച്ചു. ആരും സംശയിക്കത്തില്ലല്ലോ. തലയിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലേ ഉള്ളൂ പോലീസ് കേസ്. പാമ്പ് കടിച്ച ആ പാമ്പിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ അതിൻ്റെ പുറകെ പോവുമോ? സാധ്യതയില്ല. പക്ഷേ അങ്ങനെയുള്ള കേസുകളും തെളിയിക്കപ്പെട്ടു. ആ പാമ്പിനെ കൊണ്ടുവന്നവൻ, ആ പാമ്പാട്ടി, ഇത് ആസൂത്രണം ചെയ്തവൻ, ഈ പദ്ധതി, ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഏതൊരച്ഛനും ഉള്ളിൽ തീയാണ്. കാരണം ഭർതൃഗൃഹത്തിൽ തൻ്റെ മകളെത്തി അവിടെ സന്തോഷത്തോടുകൂടി അവൾ കഴിയണം, അവൾക്ക് ആപത്തൊന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു തീ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ എപ്പോഴും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ ദിവസം പ്രതി ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിലും ഒരു നെഗറ്റീവ് കാണുന്ന ഒരു സ്വഭാവം നമുക്ക് ഇപ്പം തന്നെയുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജായി നമ്മൾ ഉപയോഗിച്ചുകൂടാം? നെഗറ്റീവ് ചിന്തിക്കാത്തവരൊന്നും അല്ലല്ലോ, നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. ഈ ചിന്ത എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കും. എനിക്ക് മരണമില്ല, ഞാൻ ആത്മാവാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഇതിനേക്കാളും വളരെ ഗംഭീരമായി. കാരണം അതാണ് സത്യം, നിങ്ങൾക്ക് മരണമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ശരീരം പോയി പോകും,
എന്നുള്ളത് അതുപോലെ മറ്റൊരു സത്യമാണ്. ഏത് ജ്ഞാനിയുടെയും ശരീരം പ്രാരബ്ധം തീരുമ്പോൾ നിലംപതിക്കും. അയാൾ ശരീരമാണോ ആത്മാവാണോ എന്താണ് അയാളുടെ തീരുമാനം, അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമോ അധന്യമോ ആയിരിക്കും. ഞാൻ ആത്മാവാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ ഈ ദേഹമല്ല, ഞാൻ പരമാത്മാവാണ്, അനശ്വരമായ ആത്മതത്വമാണ് ഞാൻ എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിനേക്കാളും മേലെ മറ്റൊന്നുമില്ല. കാരണം അതാണ് സത്യം. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തവർ, ദേഹത്തിൽ അഭിമാനിച്ചു കഴിയുന്ന മനുഷ്യർ, അവർ മരണത്തെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ മോഹത്തിന് വശംവദരാവുകയില്ല. ദേഹ അഭിമാനമാണ് ഏറ്റവും വലിയ മോഹം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. തന്നെ ശരീരമാണ് എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ മോഹം. ആ മോഹം നമ്മെ പിടികൂടാതെ നോക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മരണത്തെ എപ്പോഴും പ്രതീക്ഷിക്കുക. എല്ലാം ഒരു ദിവസം നശിക്കും, എൻ്റെ ശരീരവും നശിക്കും, പക്ഷേ ഞാൻ ശരീരമല്ല, ഞാൻ അനശ്വരമായ ആത്മതത്വമാണ് എന്നുകൂടെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും ഓണമാണ്. എന്നും ഓണമാണ്. ചിങ്ങത്തിൽ മാത്രമല്ല, 365 ദിവസവും നമുക്ക് തിരുവോണമാണ്. സദ്യ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഡെയിലി സദ്യ കൂട്ടി ഊണ് കഴിക്കാൻ പറ്റുമോ? അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ദിവസവും പാൽപ്പായസവും ഉപ്പേരിയും പാലട പ്രഥമനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അതല്ലെങ്കിലും തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ എത്ര കണ്ട് സന്തോഷിക്കുന്നോ അതുപോലെ ഒരു സന്തോഷം വർഷത്തിലെ 365 ദിവസവും അനുഭവിച്ചുകൊണ്ട് നമുക്ക് കഴിയാൻ പറ്റും. എന്തായാലും ഈ അജ്ഞാനികളുടെ കാര്യമാണ് ഇവിടെ വസിഷ്ഠ മഹർഷി പറയുന്നത്. ഈ അജ്ഞാനികൾ അടിച്ചു പൊളിക്കുന്നു, വളരെ സന്തോഷിക്കുന്നു, തിമിർക്കുന്നു, ആഹ്ലാദിക്കുന്നു, സ്വയം മറക്കുന്നു. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് നല്ലതല്ല. ഇവരുടെ തലകുത്തി മറിയലും തുള്ളിച്ചാടലുമൊക്കെ എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാം. ഇതൊക്കെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് സ്വയം മറന്ന് അങ്ങനെ ആഹ്ലാദിക്കാൻ ഇവിടെ ഒന്നുമില്ല. താവത് ആശ്വാസനൈഷാസ്തി ഭവതാം ഭയഭാഗിനാം. എല്ലാവരുടെയും ഉള്ളിൽ അകാരണമായ ഒരു ഭയമുണ്ട്. ഇതൊക്കെ പൊയ്പോകുമോ? ഈ സന്തോഷമൊക്കെ സന്താപമായി മാറാൻ എത്ര സെക്കൻഡ് വേണം? അങ്ങനെ തട്ടഹസിക്കുമ്പോഴും മനുഷ്യരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഭയം ബാക്കി നിൽക്കുന്നു. ദിനാനി കതിജിദ്യാവൻ നായാതി മരണാവധി. മരണം ഇവരെ സമീപിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ ഇവരുടെ തിമിർപ്പ്. ഇതുപോലുള്ള ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ മനുഷ്യർ ടൂറിസ്റ്റ് ബസ് വാടകയ്ക്കെടുത്ത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എന്താ, വീട്ടിലിരുന്ന ഒരു സുഖമില്ല, ആസ്വദിക്കണം. പല സ്ഥലങ്ങളിലും ചെന്ന് അവിടെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പല കാഴ്ചകളും കണ്ട് അങ്ങനെ പോകണം എന്ന്. എത്ര ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്നു, എത്ര പേര് മരിക്കുന്നു. ജീവിതം ആസ്വദിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തിരിച്ചവരാണ്. തീർത്ഥയാത്രയ്ക്ക് പോകുന്നവർ പോലും മരിച്ചു പോകുന്ന കാലമാണ്. ശബരിമലയ്ക്ക് പോകുന്ന എത്ര ജീപ്പ്, എത്ര ബസ്. അവരെയൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ പൊന്നയ്യപ്പൻ രക്ഷിക്കാത്തത്? ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല. മാലയിട്ട് വ്രതാനുഷ്ഠാനം, നോമ്പ് നോറ്റ് ശബരിമലയ്ക്ക് ചെല്ലുന്ന ഭക്തനെ ഭഗവാൻ ഇത്ര നിഷ്ഠുരനായി അവരുടെ ജീവൻ രക്ഷിക്കാതെ കൊക്കയിലേക്ക് അവരുടെ ജീപ്പിനെയോ ബസ്സിനെയോ തള്ളിവിട്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ തള്ളിവിട്ടതല്ല, അവനവൻ്റെ പ്രാരബ്ധമാണത്. ഓരോരുത്തരുടെയും ജീവൻ പോകാൻ ഓരോരോ കാരണങ്ങൾ. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ മരണം സംഭവിക്കില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? വിനോദയാത്രയിലും മരണം സംഭവിക്കാം. ഇനി വീട്ടിൽ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ മരണം സംഭവിക്കാം. എന്തുകൊണ്ട്? ഇതാണ് ഈ പ്രപഞ്ചം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുഖം അനുഭവിക്കേണ്ട എന്നൊന്നും പറയാനല്ല.
നിങ്ങൾ സുഖം അനുഭവിക്കുമ്പോൾ സത്യത്തെ ഓർമ്മിച്ചോളൂ. സത്യത്തെ വിസ്മരിച്ച് ഒരു ക്ഷണം പോലും ആരും ഇവിടെ ജീവിക്കരുത്. അപ്പോൾ ഇവരുടെ ഈ പൊളച്ചിലും ആഹ്ലാദ തിമിർപ്പുമൊക്കെ മരണം വരുന്നത് വരെ മാത്രമേ ഉള്ളൂ. മരണം അടുത്തെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ സുഖഭോഗവും സുഖാനുഭവവും എല്ലാം അതോടുകൂടി തീരും. മരണരൂപ ആയുഷോവധി യാവന്നായാതി താവദേവ ഭവതാം സച്ഛാസ്ത്ര അവലംബന യോഗ്യതയാ ആശ്വാസനാസ്തി. മരണരൂപമായ എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ അന്ത്യമാണ് മരണം എന്ന് പറയുന്നത്. ആ അന്ത്യം എത്ര കാലം നമ്മെ സമീപിക്കാതിരിക്കുന്നുവോ അതുവരെ മാത്രമേ നിങ്ങൾക്ക് വേദാന്തം കേൾക്കാനും ആത്മതത്വം ഉറപ്പിക്കാനും പറ്റൂ. അല്ല, മരിച്ചു പോയി കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിലിരുന്ന് ഇതൊക്കെ ചെയ്തുകൂടെയെന്ന്. അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്തവനാണോ ചത്തുപോയിട്ട് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ സത്ശാസ്ത്രമായ വേദാന്തം, സത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രം. സത്ത് എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അനശ്വരമായത്. അനശ്വരമായ ആത്മതത്വത്തെ നശിക്കുന്ന ശരീരത്തിനകത്തിരുന്നു കൊണ്ട് ഉറപ്പിക്കാത്തവനാണോ ആ ശരീരം നശിച്ച് സൂക്ഷ്മരൂപത്തിൽ കഴിയുമ്പോൾ ഉറപ്പിക്കാൻ പോകുന്നത്? വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയാണോ കൊച്ചു പെരുന്നാള്? അവർക്ക് വലിയ പെരുന്നാൾ എനിക്കറിയില്ല, എന്താ ബക്രീദും റംസാനും അല്ലേ? ഏതാണ് വലിയ പെരുന്നാള്? ബക്രീദ്. ബക്രീദാണ് വലിയ പെരുന്നാള്. റംസാൻ കൊച്ചു പെരുന്നാളാണ്. എനിക്കറിയില്ല അത്. ചെറിയ പെരുന്നാൾ. ശരി, ചെറിയ പെരുന്നാളോ കൊച്ചു പെരുന്നാളോ? അപ്പോൾ വലിയ പെരുന്നാളിന് തന്നെ പള്ളിയിൽ പോകാത്ത ഒരാളാണോ ചെറിയ പെരുന്നാളിന് പള്ളിയിൽ പോവുക? അതായത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ സത്യം ഉറപ്പിക്കാത്തവൻ, മോഹബദ്ധനായി കഴിയുന്നവൻ, അവൻ എങ്ങനെയാണ് മരിച്ചതിന് ശേഷം ഈ സത്യം ഉറപ്പിക്കുക? അവൻ ഏതവസ്ഥയിലാണെന്ന് അവനും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താവും ആർക്കറിയാൻ പറ്റും? അപ്പോൾ മരണരൂപമായ ആയുസ്സിൻ്റെ അന്ത്യം നമ്മെ സമീപിക്കാത്തിടത്തോളം കാലം മാത്രമേ നമുക്ക് സത്ശാസ്ത്രമായ വേദാന്തത്തെ ആശ്രയിക്കാൻ പറ്റൂ. അതുവരെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുള്ളൂ. മരിച്ചതിന് ശേഷം എനിക്ക് വേദാന്തം കേൾക്കാൻ പറ്റുമോ ഇല്ലയോ ആർക്ക് പറയാൻ പറ്റും? നമ്മൾ ഏത് കണ്ടീഷനിലാണ്, എങ്ങനെയാണ്? അപ്പോഴും ഒരു അത്യന്ത വിസ്മൃതി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ജന്മം പൂർണ്ണമായി മറന്നുപോകും. താൻ ആരായിരുന്നു, എവിടെയാണ് ജീവിച്ചത്, ഏത് ദേശക്കാരനാണ്, എല്ലാം മറന്നുപോകും. എല്ലാം വിസ്മരിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഈ മരണം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഈ വേദാന്തം കേൾക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊക്കെ വിചിന്തനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടിയ സന്ദർഭം മുതലാക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധി ഇപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ നിയന്ത്രണത്തിലാണ്, പൂർണ്ണമായും നിയന്ത്രണത്തിലല്ല. അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കരുപ്പിടിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നുവോ ആ മാർഗത്തിലൂടെ നമ്മുടെ വിവേകത്തെ അല്ലെങ്കിൽ ബുദ്ധിയെ നമുക്ക് നയിക്കാൻ പറ്റും. മരണത്തിന് ശേഷം എന്താണെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് മേക്ക് ദ ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന് പറഞ്ഞാൽ വെയിലുള്ളപ്പോൾ വയ്ക്കോലുണ്ടാക്കിക്കൊള്ളണം. കാരണം വയ്ക്കോലെന്ന് പറയും ഉണങ്ങണമല്ലോ. ഉണങ്ങിക്കഴിഞ്ഞതിനെയാണ് വയ്ക്കോലെന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ തന്നെ അതുകൊണ്ടുള്ള പ്രയോജനം, നമ്മൾ തുണിയൊക്കെ ഉണക്കുന്നത് വെയിലത്തിട്ടാണല്ലോ. മഴക്കാലത്ത് തുണിയൊന്നും ഉണങ്ങത്തില്ല. അപ്പോൾ എപ്പോഴാണോ വെയിലടിക്കുന്നത് ആ സമയത്ത് നമ്മൾ ആ വെയിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. അതുപോലെയാണ് വസിഷ്ഠ മഹർഷിയും പറയുന്നത്. അതുകൊണ്ട് ഈ ജീവിതമാണ് നമ്മൾ വേണ്ടവണ്ണം വിനിയോഗിക്കേണ്ടത്. മരണത്തിന് ശേഷം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല, അത് അജ്ഞാതമാണ്. ശാസ്ത്രങ്ങൾ
മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പലതും പറയുന്നുണ്ടെങ്കിലും നമ്മളെങ്ങനെയാവും മരണത്തിന് ശേഷം, അപ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ജീവിതത്തെ, ഈ ഭൂമുഖത്തിൽ നമ്മൾ കഴിയുമ്പോൾ ആ ദിവസങ്ങളെ വേണ്ടവണ്ണം ഫലപ്രദമായി വിനിയോഗിക്കണം. അതാണ് ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സച്ഛാസ്ത്ര അവലംബന യോഗ്യതയാ ആശ്വാസനാസ്തി. ആഗച്ഛന്ത്യാം മൃതൗ കഷ്ടം പരിതാപമവാപ്സ്യഥ തം യത്രാംഗാംഗ വിച്ഛേദഃ ശീതചന്ദനലേപനം. ആഗച്ഛന്ത്യാം മൃതൗ, മരണം നമ്മെ സമീപിക്കുമ്പോൾ, ഈ മരണത്തെ മനുഷ്യർ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? അത് അകാരണമായ ഭയമാണോ അല്ലെങ്കിൽ കാരണത്തോട് കൂടിയ ഭയമാണോ എന്ന് ചോദിച്ചാൽ അത് കാരണത്തോട് കൂടിയ ഭയമാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. ആ മരണം എന്ന് പറയുന്നത് അത്യന്തം ദുഃഖപ്രദമായ ഒരനുഭവമാണ്, അത്യന്തം വേദനയുളവാക്കുന്ന ഒരനുഭവമാണ് ഈ മരണം. ഈ വാസിഷ്ഠൻ തന്നെ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞു, 1000 തേളുകൾ ഒരേ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തേള് കൊട്ടുക എന്നാണ് നമ്മൾ പറയുക, അങ്ങനെയല്ലേ മലയാളത്തിൽ പറയുന്നത്? തേള് കൊട്ടുക, കുത്തുക അല്ലേ? വാലുകൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. 1000 തേളുകൾ ഒരേ സമയത്ത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുത്തിയാൽ എത്ര വേദനയുണ്ടാകുമോ അത്രയും വേദനയാണ് ഒരല്പസമയമെങ്കിലും ജീവൻ പിരിയുമ്പോൾ, ആ മരണവേളയിൽ ഓരോ ജീവനും അനുഭവിക്കുന്നത്. അത് അത്യന്തം വേദന നിറഞ്ഞ ഏതാനും സെക്കൻഡുകൾ. ഉറക്കത്തിലേ മരിക്കുന്നു പറഞ്ഞ് സാധാരണ നമ്മൾ പറയുന്നത് അങ്ങനെ ഉറക്കത്തിലാരും മരിക്കാറില്ല എന്ന്. മരിക്കാറാവുമ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ആരംഭിക്കുമ്പോൾ ആ വ്യക്തി ഉണരും എന്നാണ് പറയുന്നത്. ഉറക്കത്തിൽ തന്നെ മരിച്ചു എന്ന് പറയും. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നു, രാവിലെ നമ്മൾ നോക്കിയപ്പോൾ ആൾ മരിച്ചു കിടക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉറക്കത്തിൽ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ പാവം എന്തൊക്കെ വേദനയാണ് അനുഭവിച്ചത്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതാണ് സംഭവിക്കുന്നത്. അയാൾ ഉറക്കത്തിൽ എഴുന്നേറ്റ്, അതായത് ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ അത് ആ മരണ അനുഭവം അനുഭവിച്ചേ ആ പ്രാണൻ പുറത്ത് കടക്കും. അതുകൊണ്ട് കോമാ സ്റ്റേജിലുള്ളവർ പോലും, ബോധരഹിതനായി വർഷങ്ങളായി കോമാ സ്റ്റേജിൽ കഴിയുന്ന വ്യക്തി പോലും മരിക്കാറാകുമ്പോൾ കണ്ണ് തുറക്കും. അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുക ഇത്രയും കാലം ഇങ്ങനെ അനക്കമില്ലാതെ അങ്ങനെ കിടന്നു, മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ ട്യൂബ് ഇട്ടിട്ടാണ് ആഹാരം ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ കണ്ണ് തുറന്നു. നമ്മൾ വിചാരിക്കും ബെറ്ററായി, ഇപ്പം എണീറ്റിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ ഓടും, ഓട്ടപ്പന്തയത്തിൽ ഓടി 1ാം സമ്മാനം വാങ്ങിക്കും, ഗോൾഡ് മെഡൽ വാങ്ങിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ല, അത് ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപിരിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ കണ്ണ് തുറക്കുന്നത്. ഇത്രയും കാലം കണ്ണ് തുറക്കാത്ത ഒരാൾ ഇപ്പോൾ കണ്ണ് തുറക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോകാനുള്ള നേരമായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ബോധപൂർവമായി മാത്രമേ, അതായത് ആ മരണവേദന അനുഭവിച്ചു മാത്രമേ ഓരോ ജീവനും ശരീരത്തിൽ നിന്ന് പുറത്ത് കടക്കൂ. പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അതികഠിനമായ വേദനയുണ്ടാവും. അത് അനുഭവിച്ചേ ഓരോ ജീവനും മരിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല എന്ന് പറയുകയാണെങ്കിൽ വേണ്ട, നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ കാണാത്തതൊന്നും വിശ്വസിക്കത്തില്ലല്ലോ, കണ്ടത് മാത്രം വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരാണല്ലോ. അപ്പം കാണുമ്പം വിശ്വസിച്ചോളും എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ വിശ്വസിച്ചോളും. പിന്നെ അനുഭവിക്കുമ്പോൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അറിയാത്ത പിള്ള ചൊറിയും പാറിയുന്നത്, അറിയാത്ത പിള്ളയാണ് ചൊറിയും പാറിയുന്നത്. ചൊറിഞ്ഞു കഴിയുമ്പോൾ ചൊറിയുമല്ലോ, അപ്പം പിന്നെ അറിയാൻ ഒന്നുമില്ല. അതായത് ഓരോന്നും മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ചു മാത്രമേ പഠിക്കൂ എന്നർത്ഥം. ആഗച്ഛന്ത്യാം മൃതൗ, മരണം നമ്മെ സമീപിക്കുമ്പോൾ കഷ്ടം, അയ്യോ കഷ്ടം, എന്തു പറയാൻ, പരിതാപമവാപ്സ്യഥ, നിങ്ങൾ അതിദയനീയമായ ഒരു നിലയിലായിരിക്കും വർത്തിക്കുക. മരണത്തോടടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ
ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപിരിയുന്ന നേരത്ത് നിങ്ങളുടെ സ്ഥിതി അത്യന്തം ദയനീയമായിരിക്കും. അത് മരണം ആസന്നമായ ആളുകളുടെ അടുത്ത് നിന്ന് നോക്കുക. ദീർഘശ്വാസം. ആഗച്ഛന്ത്യാം മൃതൗ കഷ്ടം പരിതാപം അവാപ്സ്യഥ. മരണം നമ്മെ സമീപിക്കുമ്പോൾ നമ്മുടെ കാര്യം വളരെ ദയനീയമായിരിക്കും. മറ്റുള്ളവർ പരിതാപത്തോടുകൂടി നമ്മെ വീക്ഷിക്കും. തം എത്ര അംഗാംഗ വിച്ഛേദ ശീതചന്ദനലേപനം. അതായത് ചന്ദനക്കുഴമ്പ് ശരീരത്തിൽ പൂശിയാൽ നല്ല കുളിർമയായിരിക്കും. കാറ്റും കൂടെ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല കുളിർമ അനുഭവപ്പെടും. അതിനാണ് ചന്ദനക്കുഴമ്പൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വാരി പൂശും. നല്ല സുഖമായിരിക്കും. ഈ ചന്ദനക്കുഴമ്പ് വാരിപ്പൂശിയ ഒരാൾക്ക് ആ ചന്ദനത്തിൻ്റെ ശീതളിമ വേണ്ട എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഈ ശീതളിമ ആവശ്യമില്ല, അങ്ങനെ പറ്റില്ല. ചന്ദനക്കുഴമ്പ് വാരിപ്പൂശിയാൽ അതിൻ്റെ കുളിർമ അനുഭവിച്ചേ പറ്റൂ. ഇതുപോലെ മരിക്കുന്ന ഓരോ വ്യക്തിയും ആ മരണവേദന അനുഭവിച്ചേ പറ്റൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നർത്ഥം. തം എത്ര അംഗവിച്ഛേദ. ശരീരത്തിലെ ഓരോ അംഗങ്ങളെയും ഉപാംഗങ്ങളെയും കത്തികൊണ്ട് വെട്ടി നുറുക്കുന്ന വേദനയാണ് ഒരാൾ മരണത്തിൽ അനുഭവിക്കുന്നത്. അതിനല്ല പറയുന്നത്. ആ മരണം എന്നുള്ളത് ദേഹത്തിൽ അമിതമായ സംഘമുള്ളവർക്കാണ് ആ മരണവേദന അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ ശരീരമല്ല എന്ന് നേരത്തെ തന്നെ ശരീരത്തെ ആത്മാവിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്താൽ, ആ ബന്ധം അങ്ങ് വിച്ഛേദിക്കുക. ബന്ധം എവിടെ? മനസ്ഥലത്തിൽ, അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ. ഞാൻ ഈ ദേഹമാണ് എന്ന് ഉറപ്പിച്ച് കഴിയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മരണവേദന അനുഭവിക്കേണ്ടി വരിക. ഞാൻ ആത്മാവാണ്, ആ ആത്മാവിന് ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പല പ്രാവശ്യം ചിന്തിച്ചുറപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരാഘോഷമാണ്, ഒരു ഉത്സവമാണ്. അവർക്ക് അല്പം പോലും മരണവേദന അനുഭവിക്കേണ്ടി വരില്ല. വടംവലി നടത്തുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്രകൃതി ശരീരത്തിൽ നിന്നും പ്രാണനെ വേർപെടുത്താൻ നോക്കുന്നു. പ്രകൃതി അങ്ങോട്ട് വലിക്കുന്നു. ശരീരത്തിലുള്ള സംഘം കാരണം ഞാൻ പ്രാണനെ ഇങ്ങോട്ട് വലിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴാണ് ഈ മരണവേദന അനുഭവിക്കേണ്ടി വരുന്നത്. അവൻ പ്രകൃതി വലിക്കുമ്പോൾ, അല്ലെങ്കിൽ യമധർമ്മൻ അല്ലെങ്കിൽ ജഗതീശ്വരൻ നമ്മുടെ പ്രാണൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രഭോ ഇത് അങ്ങയുടേതാണ്, എടുത്തോളൂ, ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇവൻ അനുഭവിച്ചതിലൊന്നിലും തൃപ്തി വന്നിട്ടില്ല. എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്, കടമകൾ, ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിച്ച് ഇവന് അല്പം പോലും തൃപ്തി വന്നിട്ടില്ല. അങ്ങനെയുള്ളവനാണ് ഇങ്ങോട്ട് വലിക്കുന്നത്. ഏതിനെ? പ്രാണനെ. പ്രകൃതി അങ്ങോട്ട് വലിക്കുമ്പോൾ ഇവൻ ഇങ്ങോട്ട് വലിക്കും. അപ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുന്നത്, വടംവലി. ആ വടംവലിയുടെ ഫലമായിട്ടാണ് മരണവേദന അനുഭവിക്കേണ്ടി വരുന്നത്. പോണോ? ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നത് പോലെ യമധർമ്മൻ അങ്ങയുടെ ജീവൻ അപഹരിക്കാൻ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ സാർ എന്തു ചെയ്യും? സാറ് പറഞ്ഞു, യമധർമ്മൻ ഇത്രയും ദൂരെ നിന്ന് വന്ന ആളല്ലേ, അല്പനേരം ഇരിക്കൂ, എന്തായാലും ഞാൻ അങ്ങയുടെ കൂടെ വരാൻ തയ്യാറാണ്, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും. നമ്മൾ വിചാരിക്കും സാറ് തമാശ അടിച്ചതാണെന്ന്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. സാറിൻ്റെ നർമ്മമെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോഴും വലിയ സത്യം ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. അതായത് എപ്പോഴും ഇഹലോകം വിട്ടു പോകാൻ തയ്യാറായിരുന്നു. എവർ റെഡി ബാറ്ററി ഉണ്ട്. എവർ റെഡി, ഞാൻ എപ്പോഴും തയ്യാർ. ഇപ്പോൾ മരിക്കണോ? ശരി. അല്ല, തൻ്റെ സമയമായിട്ടില്ല, താൻ 10 കൊല്ലം കൂടെ ഇവിടെ ജീവിക്കണം. ഓക്കെ, എനിക്ക് ജീവിതവും മരണവും തുല്യം. കാരണം ശരീരമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. ആത്മാവിന് ജനന മരണങ്ങളില്ല. ഞാൻ അതാണ്. ഈ ഉറപ്പുണ്ടെങ്കിൽ
മരണത്തെ എന്നല്ല, ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. ആകാശം ഇടിഞ്ഞ് താഴെ വീണോട്ടെ, ഭൂമി കീഴ്മേൽ മറിയട്ടെ, ഒന്നല്ല 100 ഉരുൾപൊട്ടലുകൾ സംഭവിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ശവം എഴുന്നേറ്റ് നടന്നോട്ടെ, ജീവൻ മുക്തന് ഒന്നിലും ആശ്ചര്യമില്ല. ജീവൻ മുക്തൻ ഒന്നിലും ഒരു വൈശിഷ്ട്യം കാണുന്നില്ല. ജീവൻ മുക്തൻ ന്യൂസ് ചാനൽ കാണാറില്ല. അപ്പോൾ ശരീരം മരണത്തോടടുക്കുമ്പോൾ, ശരീരമാണ് മരണത്തോടടുക്കുന്നത്, നമ്മളല്ല. കാരണം ജനിച്ചത് ശരീരമാണ്. ഞാൻ ശരീരത്തിനകത്ത് വസിക്കുന്ന ആത്മാവാണ്. ശരീരം നശിച്ചാലും ആത്മാവിന് നാശമില്ല. അങ്ങനെ മരണം നമ്മെ സമീപിക്കുമ്പോൾ, ശരീരത്തെ സമീപിക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ നില അതിദയനീയമായിരിക്കും. ഓരോ അംഗങ്ങളെയും വെട്ടിനുറുക്കുന്നത് പോലെയുള്ള അതികഠിനമായ വേദന ഈ മരണവേളയിൽ അനുഭവിക്കേണ്ടതായി വരും. അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. തതുത്തരം കിം ഭവിഷ്യതി തത്രാഹ. അതായത് ഒരാൾ ഈ തത്വചിന്തയിലൊന്നും താത്പര്യം പ്രകടിപ്പിക്കാതെ ലൗകിക സുഖങ്ങളിൽ മാത്രം, പ്രപഞ്ച ദൃശ്യങ്ങളിൽ മാത്രം മതിമറന്ന് അങ്ങനെ കഴിയുകയാണെങ്കിൽ അയാളുടെ ജീവിത അന്ത്യത്തിൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആഗച്ഛന്ത്യാമിതി തം താദൃശം പരിതാപം അവാപ്സ്യത. നിങ്ങളുടെ നില അതിശോചനീയമായിരിക്കും, അത്യന്തം ദയനീയമായിരിക്കും. മറ്റുള്ളവർ കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത അതിദയനീയ അവസ്ഥയിലായിരിക്കും മരണവേളയിൽ ഓരോ ജീവനും. എത്ര അംഗാനാം വിച്ഛേദോപി ശീതചന്ദന ലേപനവത് അവശ്യം ഭോക്തവ്യ ഇത്യർത്ഥ. ശരീരത്തിൽ ചന്ദനക്കുഴമ്പ് പുരട്ടിയാൽ അതിൻ്റെ കുളിർമ അല്ലെങ്കിൽ ശീതളിമ എങ്ങനെയാണോ അനുഭവിക്കാൻ പറ്റാതെ നിർബന്ധമായും നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നത്, അതുപോലെ മരണവേദന അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആർക്ക്? ദേഹാഭിമാനം ഉള്ളവർക്ക്. ശരീരത്തിൽ അഭിമാനമില്ലാത്തവർ, തന്നെ ആത്മാവാണ് എന്ന് കുറേയൊക്കെ ചിന്തിച്ച് ഉറപ്പിച്ചവർക്ക് വലിയ മരണവേദനയൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരെല്ലാവരും ഈ മരണവേദന അനുഭവിക്കേണ്ടി വരും എന്നൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എനിക്കും ഈ വാസിഷ്ഠം കേൾക്കുന്നവർക്കും അങ്ങനെ ഒരു ദുർഗതി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എത്ര കാലമായി നമ്മളിത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. അതിനൊക്കെ എന്തെങ്കിലും ഫലം ഇല്ലാതിരിക്കുമോ? അതൊക്കെ വ്യർത്ഥമായി പോകുമോ? നിഷ്പ്രയോജനമായി തീരുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഒന്നിൻ്റെ പ്രയോജനം ഉടനെ കിട്ടണം എന്ന് ശാഠ്യം പിടിക്കരുത്. ഈ കേട്ടതിൻ്റെ പ്രയോജനം നമുക്ക് ഭാവിയിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമ്മുടെ മരണവേളയിലെങ്കിലും ഈ കേട്ടത് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. അത് നമുക്ക് എന്തെന്നില്ലാത്ത സുഖം ആ ദുഃഖവേളയിൽ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നന്മ ചെയ്യുന്നവൻ ഒരിക്കലും നശിച്ചു പോവില്ല. ശ്രവണം നന്മയാണ്, മനനം അതിനേക്കാളും വലിയ നന്മയാണ്, നിധിധ്യാസനം കുറച്ചുകൂടെ വലിയ നന്മയാണ്, ധ്യാനം അതിനേക്കാളും മേലെയാണ്. ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലൂടെയാണ് ഒരു ജീവൻ മുക്തനായിത്തീരുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഉത്തുംഗമായ ജ്ഞാനനിലയിൽ എത്താനുള്ള ആദ്യത്തെ പടിയാണ് ശ്രവണം. അതുകൊണ്ട് ആ ശ്രവണം നേരെ ചെയ്താൽ, എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി കേട്ടാൽ, അത് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്ഥാനം പിടിക്കും. അത് എന്നെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യും. അത് പ്രയോജനപ്രദമായി മാറുകയും ചെയ്യും.